ങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് കാസർഗോഡ് ജില്ലയിൽ പൊതുവെ കാണാവുന്ന ദളിത് വിഭാഗമായ മാവിലൻ സമുദായത്തിന് അനുഷ്ഠാന നൃത്തമായ മംഗലം കളി കലോത്സവവേദിയിൽ മത്സര ഇനമാകുന്നത്. മറ്റു കുട്ടികളിൽ നിന്നുള്ള കുട്ടികൾ തങ്ങളുടെ കല മനോഹരമായി അവതരിപ്പിക്കുമ്പോൾ അഭിമാന മുഹൂർത്തത്തിലൂടെയാണ് കാസർകോട്ടെ കുട്ടികൾ കടന്നുപോകുന്നത്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നായിരുന്നു ഗോത്രകലകൾ ഇത്തവണ മത്സര ഇനമായിട്ട് വേദികളിൽ വരുന്നു എന്നുള്ളത്. ഇന്നിപ്പോൾ മംഗലം കളിയാണ് ആദ്യമായിട്ട് അത് അവതരിപ്പിച്ചത്. മത്സര വേദിയിൽ കയറിയത് കാസർഗോഡിന്റെ സ്വന്തം കലാരൂപമാണ്. ആദ്യം വേദിയിൽ കയറി അത് കളിച്ചതും പ്രകടനം കാഴ്ചവെച്ചതും നമ്മുടെ കാസർഗോഡിന്റെ മിടുക്കികളും മിടുക്കന്മാരും തന്നെയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഉണ്ടായിരുന്നു. ആദ്യമായിട്ടല്ലേ കളിക്കുന്നത്? ആദ്യമായിട്ട് കളിക്കുന്നു. സന്തോഷമാണോ? സന്തോഷം. നല്ല രീതിയിൽ കളിക്കാൻ പറ്റിയോ? പറ്റി. കുഴപ്പമില്ല, നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയി. ആദ്യമായിട്ട് നമ്മൾ സ്റ്റേറ്റിലോട്ട് വരുന്നു മംഗലം കളി. സന്തോഷമായോ? സന്തോഷായി. കളിച്ചിട്ടൊക്കെ നിൽക്കുമ്പോ എന്ത് തോന്നുന്നു? അത് നമ്മളെ കാസർഗോഡ് ജില്ലയിലുള്ള കളിയല്ലേ, അപ്പോൾ പുറമെ വന്ന് കളിക്കാൻ പറ്റിയതിൽ നല്ല സന്തോഷം. എന്തായാലും നമ്മളെ ഇവരെ പഠിപ്പിച്ച അധ്യാപകരും ഇവർക്ക് ഒപ്പമുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദിയിൽ നിങ്ങളുടെ സ്വന്തം കലാരൂപം, നിങ്ങൾ പഠിപ്പിച്ച കല, അത് നിങ്ങളുടെ കുട്ടികൾ അവതരിപ്പിക്കുന്ന കണ്ടപ്പോൾ എന്ത് തോന്നുന്നു? വളരെ സന്തോഷമുണ്ട്. കാരണം പണ്ട് ഞങ്ങളുടെ വല്യച്ഛന്മാരും ഇങ്ങനെ കല്യാണ സമയത്ത് കളിക്കുന്ന ആ കളി, ഇപ്പം നായാട്ട് കാര്യങ്ങളും അതിലെ കുറേ കഷ്ടപ്പാടിൻ്റെ കഥകളൊക്കെ ഒരുപാട് പറഞ്ഞു തന്ന ആ കഥ, ആ പാട്ടും കളിയും ഇന്നത്തെ കുട്ടികൾ ഈ വേദിയിൽ വന്ന് അവതരിപ്പിച്ചപ്പോൾ വളരെ സന്തോഷമുണ്ട്. പിന്നെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തമായ ചുവടുകളും താളവും പാട്ടും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന പോലെ ഇനി വരും കൊല്ലങ്ങളിലും ഇനിയുള്ള പരിശീലകർ ആ ഗോത്രത്തിൻ്റെ തനിമ ചോരാതെ കണ്ട് ഇപ്പോഴത്തെ ഒരു സിനിമാറ്റിക് മോഡലൊക്കെ ഒഴിവാക്കി ഗോത്രത്തിൻ്റെ ആ ഗോത്ര നൃത്തം ആ തനിമ ചോരാതെ കണ്ട് ഇനി മുമ്പിലൊക്കെ തന്നെ പരിശീലിപ്പിച്ചെടുക്കണം എന്നാണ് പറയാനുള്ളത്. മംഗലം കളിക്ക് പിന്നിലെ ആചാരം എന്താണെന്ന് പലർക്കും അറിയില്ല. ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ വേദിയിൽ അത് അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ എന്താണ് ആചാരം എന്നുള്ളത് പറയാം. നമ്മൾ മംഗലം കളിയിൽ കാതുകുത്തുമംഗലം, പുങ്ങമംഗലം, പിന്നെ തിരണ്ടുമംഗലം, അപ്പോൾ അതിൽ പന്തല് മംഗലത്തിലാണ് മംഗലം കളി ശരിയായിട്ട് ഉൾപ്പെടുത്തി കളിക്കേണ്ടത്. ഈ കല്യാണ സമയത്ത് തലേദിവസം രാത്രി നേരം വെളുക്കുവോളമുള്ള കൊട്ടിപ്പാട്ടും അതിലെ കുറേ വ്യത്യസ്തമായ ചുവടുകളും വായ്ത്താരികളും ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകലർന്ന് കളിക്കും. ആണുങ്ങൾ കൊട്ടിപ്പാടും. അപ്പോൾ അതിൽ നമ്മുടെ വ്യത്യസ്തമായ പാട്ടുകളെല്ലാം വരും. അപ്പോൾ അതുകൊണ്ട് നല്ല ആഘോഷമായിട്ട് കല്യാണം നല്ല അരങ്ങായിട്ട് മാറ്റിയെടുക്കുന്നത്. അതാണ് പന്തലമംഗലത്തിലാണ് മംഗലക്കളി വരല്. അതുകൊണ്ട് ഞങ്ങൾ പന്തലമംഗലത്തിലെ മെയിൻ പാട്ടുകളാണ് ഞങ്ങളിവിടെ ഉൾപ്പെടുത്തിയത്. പന്തലിൽ കൂടി കളിപ്പാമ്പാവ്, കുഞ്ഞുമണവാട്ടി പെണ്ണെ, പിന്നെ അതുപോലെ ഭൂമി വന്ദനത്തിലെ ഭൂമിപ്പാട്ട് എന്ന് പറയുന്ന ഭൂമിയെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകൾ, പിന്നെ നമ്മുടെ കാർഷികമായിട്ടുള്ള കുറച്ച് കൃഷിപ്പാട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചാളപ്പാട്ട്, പുരളിപ്പാട്ട്, കൂന്തൻപാട്ട്. പിന്നെ നമ്മൾ 2 സമുദായത്തെ ഉൾപ്പെടുത്തിയിട്ട് മംഗലം കളി അങ്ങനെയാണ് മാനുവൽ പറയുന്നത്. അതുകൊണ്ട് മാവില സമുദായത്തിലെയും മലവെട്ട് സമുദായത്തിലെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ മംഗലം കളിയുടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. പിന്നെ റിസൾട്ട് ഇനി അറിയാം അങ്ങനെയാണ്. ആ സമുദായത്തിൽ ഉൾപ്പെട്ടവരാണോ അതോ പുറത്തുനിന്നുള്ളവരാണോ? മാവില സമുദായത്തിലും മലവെട്ട് സമുദായത്തിലും ഉൾപ്പെട്ട കുട്ടികൾ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. ആ ഗോത്രത്തിലുള്ള കുട്ടികൾ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. അവര് സാധാരണ കളിക്കുന്നതാണ് വേദിയിൽ ഒരു മത്സരമായിട്ട് അവതരിപ്പിച്ചത്. വേദിയിലേക്ക് മത്സരമായിട്ട് വരുമ്പോൾ ഇവർക്ക് ആ കൈയും കാലും എല്ലാം ഒരേപോലെ വരണം. നമ്മുടെ ഗോത്രത്തിൽ കളിക്കുമ്പോൾ നമ്മുടെ ആ താളത്തിനനുസരിച്ചുള്ള സ്റ്റെപ്പുകൾ പല രീതിയിലുണ്ട്. ഇവിടെ നമ്മളൊരു ചിട്ടയാക്കി എടുക്കും. ഒരു 15 മിനിറ്റിൽ ഒരു 10 പാട്ട് ഏകദേശം ഒരു ചിട്ടയാക്കി എടുത്ത് ഒരേ താളത്തിൽ കൊട്ട്, ഞങ്ങളുടെ ഗോത്രത്തിൽ വല്യച്ഛന്മാരും കൊട്ടിപ്പാടുന്ന അതേ താളത്തിൽ തന്നെയാണ്. അത് അതേപോലെ തന്നെ പകർത്തിയിട്ടുണ്ട്. അവർക്ക് അതേപോലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ നന്നായി ചെയ്തിട്ടുണ്ട്. എന്ത് തോന്നുന്നു? അടിപൊളിയായിരിക്കും. കുട്ടികൾ കലക്കി ആദ്യം അടിപൊളിച്ച്. ഇപ്പൊ തുടക്കമായിട്ടേ ഉള്ളൂ. ഇനി പല വേദികളിലും കളിക്കേണ്ടവരാണ്. കളിക്കണം, കൂടെ കളിക്കണം. നന്നായിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചതിനും കാട്ടി സൂപ്പറായിട്ട് കളിച്ചു. നമ്മളെ മലയോട്ട് സമുദായത്തിലെ പാട്ടെന്ന് വെച്ചാൽ പറഞ്ഞാലും ഇനിയും ഞങ്ങൾക്ക് ഇപ്പോൾ പരിശീലനത്തിൽ തന്നെ ഇനിയും പഠിക്കേണ്ട കുറേ അധികം പാട്ടുകളുണ്ട്. അപ്പം അതുകൊണ്ട് കുട്ടികൾ ഇനി ഇതുപോലെ തന്നെ ഇതൊന്നും അന്യം നിന്ന് പോകാതെ കണ്ട് ഇനിയും മുന്നോട്ട് പോകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. പാട്ടെല്ലാം സെയിം ആണല്ലേ? അല്ല, ഓരോ പാട്ടിനും അതിനനുസരിച്ചുള്ള കൊട്ട്, അതിനായിട്ടുള്ള ചുവട്, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പാട്ടാണ്. പാട്ടും മംഗലം കളിയും തമ്മിലുള്ള ബന്ധം അത് മാവില സമുദായത്തിലെ പാട്ടാണ്. നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അവരെ വിളിക്കാതെ പരിശീലനം നൽകിയ ആളാണ്, ടീച്ചറാണ് അവർ. പരിശീലനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കാസർഗോഡ് ജില്ലയിലെ തനത് കലാരൂപമാണ് മംഗലം കളി. അത് നമ്മുടെ കുട്ടികൾ പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച ഒരു കലാരൂപം കൂടിയാണ്. കാരണം അവർ തനത് കലാരൂപം പണ്ട് മുതലേ നമ്മുടെ പൂർവികർ കളിച്ച്
പല വേദികളിലും നമ്മുടെ കല്യാണ ദിവസങ്ങളിൽ തലേ ദിവസം കളിക്കുന്ന ഒരു കലാരൂപം കൂടിയാണ്. അപ്പോൾ നമ്മളെ കുട്ടികൾ അത് കണ്ട് ശീലിച്ച് അങ്ങനെയാണ് കുട്ടികൾ ഇവരുടെ ശിക്ഷണത്തിൽ നമ്മുടെ അധ്യാപകരുടെ ശിക്ഷണത്തിൽ പഠിച്ച് ഈ സംസ്ഥാന കലോത്സവ വേദികളിലേക്ക് എത്തിയത്. അത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം അവരുടെ ഡ്രസ്സുകളെല്ലാം നല്ല രീതിയിൽ ചെയ്യാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ കലോത്സവ വേദിയിൽ ഞങ്ങളുടെ കാസർഗോഡിൻ്റെ തനത് കലാരൂപം മംഗലം കളി കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയതിൽ ഞങ്ങൾക്ക് ഒട്ടേറെ അഭിമാനമുണ്ട്. പരിശീലന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളോ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നോ? ചെലവിന്റെ കാര്യത്തിലാകാം. ചെലവിൻ്റെയൊക്കെ നമുക്ക് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗോത്രത്തിലെ കുട്ടികൾ തന്നെയാണല്ലോ, അപ്പോൾ നമ്മൾ സ്കൂളിലും പോയി പ്രാക്ടീസ് കൊടുക്കും. പിന്നെ നമുക്ക് ഒഴിവ് സമയങ്ങളുണ്ടാകുമ്പോൾ വൈകുന്നേരങ്ങളിൽ ഇവർ വീടുകളിൽ പോയിട്ട് പ്രാക്ടീസ് കൊടുക്കും. അങ്ങനെ അധികം വലിയ ബുദ്ധിമുട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഇത് ചെറുപ്പം മുതലേ കളിച്ചു വന്ന കുട്ടികളല്ലേ, അപ്പോൾ അവരിത് കണ്ട് മനസ്സിലാക്കി വലിയ ക്ലാസ് കൊടുക്കേണ്ടി വന്നില്ല. അവർക്ക് കളികൾ അറിയാം ഏകദേശം. മംഗലം കളി എന്ന കല അത് മനം നിറച്ചുകൊണ്ടാണ് ഈ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ കുട്ടികൾ നിറഞ്ഞാടുന്നത്. കാണികൾ നിറഞ്ഞ കയ്യടിയോടെയാണ് മംഗലം കളിയെ സ്വീകരിച്ചത്. കാസർഗോഡിലെ കുട്ടികളെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് പ്രത്യേക പരിശീലനത്തിന്റെ ആവശ്യമില്ല. അവർ അവിടെ സാധാരണ കളിക്കാറുള്ളത് വേദിയിൽ കളിക്കാൻ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ്. കുട്ടികളും അതുപോലെ തന്നെ അവരെ പഠിപ്പിച്ച അധ്യാപകരും അവർക്കൊപ്പം വന്ന രക്ഷിതാക്കളായാലും. ക്യാമറമാൻ ഷാൻ ജെയ്സിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.